ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. വെറും 3 ഇൻഗ്രീഡിയൻസും കൊണ്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈസി റെസിപ്പിയാണ്. നമുക്ക് കുറച്ച് തേങ്ങയും പഴവും പൊടിയും ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് കുഴച്ച് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ സമയത്ത് തന്നെ കുഴച്ചങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. പഴമൊക്കെ കൂടുതൽ പഴുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കളയുകയാണ് സാധാരണ ചെയ്യണത്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ അമ്മമാർക്ക് തിരക്കിൽ നിന്നൊരു മോചനവും കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയുടെ ചിരകിയ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ആകെ 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. അപ്പോൾ തേങ്ങയാണ് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അത് കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിത് വേറെ കറികളോ ഒന്നുമില്ലാതെ വെറുതെ കഴിക്കാൻ പറ്റും. കറിയില്ലാതെ കഴിക്കാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമല്ലേ. നമ്മൾ രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ ചട്നി ഉണ്ടാക്കണം. പുട്ടാണെങ്കിൽ നമ്മൾ കടലക്കറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വല്ല മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ അതും ഉണ്ടാക്കണം. അപ്പോൾ ഇത് ആണെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, വെറുതെ യമ്മിയായിട്ട് നമ്മൾക്കിത് നമുക്ക് വായിലേക്ക് വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. ഞാൻ 1.5 കപ്പ് പൊടിക്കാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 6 പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലി നേർക്ക പഴുത്ത പഴമാണ്. ഉണ്ട്, ഇത് ഒരു ദിവസം കൂടി ഇരുന്നാൽ നമ്മളിത് കളയേണ്ടി വരും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചും ആകും, പഴം നഷ്ടപ്പെട്ടു പോകുകയില്ല. അപ്പോൾ ആ 6 പഴവും ഞാൻ ഇതിനകത്തേക്ക് പൊളിച്ച് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ പഴം ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പഴുപ്പിച്ച് കളയണമെങ്കിലും നല്ലത് ഇതുപോലുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. തേങ്ങയും പൊടിയും ആണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും പൊടിയില്ലാതെ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും പൊടി വേണം. ഇത് നമുക്ക് ഈ തേങ്ങയുമായിട്ട് നന്നായിട്ട് ഈ പഴമൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇത് മിക്സിയിലൊന്നും അടിച്ചെടുത്താൽ പോരെ. മിക്സിയിൽ അടിച്ചെടുത്താൽ അരഞ്ഞു പോകും. തേങ്ങയും ഈ പഴമൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ നമ്മൾ എന്തിനാണ് മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് മിക്സി കഴുകണം, അതൊക്കെ ഭയങ്കര പണിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലും നല്ലത് നമ്മൾക്ക് നല്ല മിക്സി ചെയ്യാൻ പറ്റിയ കൈ ഉണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചങ്ങോട്ട് എടുക്കുക. പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ നമ്മൾ ആ കുറുക്ക് പോലെ ഇങ്ങോട്ട് കിട്ടും. അതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള തേങ്ങയും പഴവുമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പൊടിക്കാണെങ്കിൽ 4 ചെറുപഴം മതിയാകും. ഞാനിവിടെ 1.5 കപ്പ് പൊടിക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 6 ചെറുപഴം എടുത്തത്. പിന്നെ കൂടുതൽ പഴം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വളരെ സോഫ്റ്റായിട്ട് പോകും. നമുക്ക് കുറച്ച് മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം വിട്ടു പോണ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഇതാണ് കറക്റ്റ് പാകം. അപ്പോൾ തേങ്ങയും പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്കി പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോകണതാണ്. കുറേശ്ശെ പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് ചേർത്ത് പിന്നെ 1/2 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ മൈദയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വേറെ ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ അരിപ്പൊടിയിലോ ഒക്കെ ചെയ്യാവുന്നതാണിത്. നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. ചേർക്കേണ്ട പൊടികളെല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ലൂസ് നോക്കേണ്ടത്. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിന് കുറച്ച് ലൂസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കുകയാണ്. സാധാരണ വെള്ളമാണ് കേട്ടോ, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടി വരും. അത് കുറേശ്ശെ ചേർക്കുക. ദോശമാവിലും കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിത് അരിയിലും ചെയ്യാം കേട്ടോ. അരിയിൽ ചെയ്യണമെങ്കിൽ അരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം അരി നല്ല കട്ടിയായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം കൂടുതൽ ചേർക്കാതെ
നമ്മൾ ഇഡ്ഡലി കരക്കുന്ന കട്ടിയിൽ അരച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ തേങ്ങയും പഴമൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്താൽ മതിയാകും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. ഈ പൊടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് വെള്ളം ചേർത്ത് ലൂസാക്കേണ്ടി വരണത്. അപ്പോൾ ഞാനിപ്പോൾ അത് ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ മധുരം നേരിയ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർക്കാതെയും ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് ചേർക്കാൻ നോക്കുക. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ദോശത്തവ ചൂടാക്കിയിട്ട് എണ്ണ തടവിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ചൂടായ പാനിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് വളരെ സ്മൂത്തായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. മൂടി വെച്ച് ഒരു സൈഡ് ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് റെഡിയാവും. 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി എണ്ണ ഇട്ട് കൊടുക്കാം. അരികിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തേങ്ങ നന്നായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തേങ്ങയിലെ എണ്ണമയമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എണ്ണ ചേർത്ത് ഫ്രൈ ചെയ്തതുപോലെ തന്നെ ഇരിക്കും. പിന്നെ 2 സൈഡിലെ മുരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മുരിച്ചെടുക്കുക. കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. കാരണം പഴം ചേർത്തിട്ടുള്ളതുകൊണ്ട് പഴം ഇരിക്കുന്ന ഭാഗം പെട്ടെന്ന് അത് ഡാർക്ക് കളറാകും. കണ്ടോ, ഇത് ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും മറിച്ച് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. മറ്റേ സൈഡ് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിലും കൂടുതൽ ഡാർക്ക് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങൾ പാനിൽ വെച്ചാൽ മതിയാകും. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടോ, തളർന്ന് കിടക്കുന്ന പാൻ കേക്കാണിത്. വളരെ സ്മൂത്തുമാണ്, യമ്മിയുമാണ്. അപ്പോൾ ഞാൻ അടുത്ത പാൻ കേക്ക് ഞാൻ കുറച്ച് ഡാർക്കാക്കി കുക്ക് ചെയ്തെടുത്തതാണ്. കണ്ടോ, ഇതുപോലെ ഡാർക്കാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതിയാകും കേട്ടോ. നമ്മൾക്ക് വയറ് നിറയും. വേറെ കറി ഒന്നും വേണ്ട, ചായയും വേണ്ട. അപ്പോൾ പാൻ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. പഴവും തേങ്ങയും പൊടിയും കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, ചിലവും കുറവാണ്. പിന്നെ അമ്മമാർക്ക് ജോലിയും കുറച്ച് കുറഞ്ഞ് കിട്ടും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ളൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.